ദ സിഗ്നേച്ചർ ഓഫ് ലവ് മീര ഭാഗം 35. ചക്കാലക്കൽ വർഗീസും ഭാര്യയും മരിച്ച് ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഫ്രാൻസി ചേട്ടൻ പള്ളിയിൽ വന്ന് വികാരി അച്ഛനെ കണ്ടിരുന്നു. അന്ന് അദ്ദേഹത്തിൻ്റെ മുഖത്ത് നിഴലിച്ചിരുന്ന ആ സങ്കടം ഇന്നും എൻ്റെ കണ്ണിലുണ്ട്. ജോസുകുട്ടി ആ പഴയ രംഗം വിവരിക്കാൻ തുടങ്ങി. അന്ന് വികാരി അച്ഛൻ ഫ്രാൻസിസിനോട് ചോദിച്ചു, എന്താ ഫ്രാൻസി വർഗീസിന് പറ്റിയത്? ആ പെൺകൊച്ചു പഠനമൊക്കെ കഴിഞ്ഞ് നിൽക്കുകയല്ലേ? എവിടെയെങ്കിലും ഒരു ജോലി സമ്പാദിച്ച് ആ കുടുംബമാർക്ക് നോക്കാമായിരുന്നു. ഇതിപ്പോ ആ കുഞ്ഞിനെ തനിച്ചാക്കി അവർ ഇങ്ങനെ പോയല്ലോ. അതൊരു വല്ലാത്ത ചെയ്ത്തായിപ്പോയി. എന്ത് ചെയ്യാനാ അച്ഛാ, ഓരോ ദുർബുദ്ധി, അല്ലാതെ എന്തു പറയാൻ? ഫ്രാൻസിസ് വേദനയോടെ പറഞ്ഞു. അച്ചോ, ഒന്നുമില്ലായ്മയിൽ നിന്നും തുടങ്ങിയതാണ് ഞങ്ങൾ. ഒന്നുമില്ലെങ്കിലും അന്തസ്സായി ജീവിക്കാനുള്ള ധൈര്യവും ഞങ്ങൾക്കുണ്ടായിരുന്നു. ഇതിപ്പോ അവൻ കൂടി പോയപ്പോൾ എൻ്റെ ധൈര്യമെല്ലാം ചോർന്നു പോയിരിക്കുന്നു. ഇനിയിപ്പോൾ ആ പെൺകൊച്ചിൻ്റെ കാര്യം എന്താ നിങ്ങളുടെ പ്ലാൻ? അച്ഛൻ ആരാഞ്ഞു. അച്ഛാ, ഞങ്ങൾ ഇവിടം വിട്ടു പോവുകയാണ്. മേരിക്കുട്ടിക്ക് മാനസികമായി എന്തൊക്കെയോ അസ്വസ്ഥതകൾ തുടങ്ങിയിരിക്കുന്നു. മറ്റേതെങ്കിലും നാട്ടിൽ പോയി ചികിത്സിക്കണം. അവിടെ എവിടെയെങ്കിലും താമസം ഉറപ്പിക്കാനാണ് തീരുമാനം. കിച്ചു അവനിപ്പോൾ ഗൾഫിലാ, അവധിക്ക് വന്നിട്ടുണ്ട്. ഉടനെ തന്നെ തിരികെ പോകണം. പോകാതെ പറ്റില്ല അച്ഛാ. ഇനി ഞങ്ങൾക്ക് ആകെയുള്ള അവലംബം അവനല്ലേ. പിന്നെ മീര കൊച്ച്, അവളുടെ പഠനം കഴിഞ്ഞു. കുറച്ചുനാൾ എവിടെയെങ്കിലും ജോലി ചെയ്ത് പരിചയം നേടണം. ഇപ്പോഴത്തെ ഈ കടങ്ങളും ബാധ്യതകളും ഒക്കെ കഴിയുമ്പോൾ അവരെ പിടിച്ച് കെട്ടിക്കണം. അതൊന്ന് നടന്നു കാണാനാണ് ഇനി ഞങ്ങളുടെ കാത്തിരിപ്പ്. ഫ്രാൻസി എന്തെന്നില്ലാത്ത നെടുവീർപ്പോടെ പറഞ്ഞു. അത് കേട്ടപ്പോൾ വികാരി അച്ഛൻ്റെ മുഖത്ത് അത്ഭുതം വിരിഞ്ഞു. അവർ തമ്മിൽ അങ്ങനൊരു ബന്ധമുണ്ടായിരുന്നോ? എനിക്കറിയില്ലായിരുന്നു. അവർ തമ്മിലുള്ള പ്രണയം അത് ആർക്കും മനസ്സിലാവില്ല അച്ഛാ. അത് പറഞ്ഞുകൊണ്ട് ഫ്രാൻസിസ് ചേട്ടൻ മന്ദഹസിച്ചു. ചെറുപ്പം മുതലേ ഒന്നിച്ചു വളർന്നവരാണ്. അവർക്ക് പരസ്പരം പിരിയാനുമാകില്ല. അതുകൊണ്ട് അവരോട് ചോദിക്കുന്നതിന് മുൻപേ തന്നെ ഞങ്ങൾ മാതാപിതാക്കൾ മനസ്സിലുറപ്പിച്ച തീരുമാനമാണിത്. കൂടെ ഉണ്ടായിരുന്നവർ പാതി വഴിയിൽ മടങ്ങിയെങ്കിലും എനിക്കത് ഉപേക്ഷിക്കാൻ തോന്നുന്നില്ല. കണ്ണീരിനിടയിലും പ്രത്യാശയുടെ ഒരു നേർത്ത പുഞ്ചിരി അദ്ദേഹത്തിൻ്റെ ചുണ്ടിൽ മിന്നിമറിഞ്ഞു. അച്ഛാ, പിന്നെ ഒരു കാര്യം, ഞങ്ങൾ ഇവിടം വിട്ടുപോകുന്ന കാര്യം വേറെ ആരോടും പറയണ്ട. എന്തിനാ വെറുതെ നാട്ടുകാരുടെ മുൻപിൽ പരിഹാസപാത്രങ്ങളാകുന്നത്? വികാരി അച്ഛൻ അദ്ദേഹത്തിൻ്റെ തോളിൽ തട്ടി ആശ്വസിപ്പിച്ചു. എല്ലാം ശരിയാകും ഫ്രാൻസി. നിനക്ക് ഇതുപോലൊരു മകനും മകളും ഉണ്ടല്ലോ. പ്രിയപ്പെട്ടവരുടെ മരണങ്ങൾ കണ്ടതിൻ്റെ ആഘാതമായിരിക്കും മേരിക്കുട്ടിക്ക്. ചികിത്സ കഴിഞ്ഞാൽ അവൾ സാധാരണ നിലയിലേക്കാകും. എല്ലാം ഒന്ന് പച്ച പിടിച്ചു കഴിയുമ്പോൾ നീ ഈ നാട്ടിലേക്ക് തന്നെ മടങ്ങി വരണം. അത് കേട്ടപ്പോൾ ഫ്രാൻസിസ് ചേട്ടൻ നിറഞ്ഞ സ്നേഹത്തോടെ തലയാട്ടി. പള്ളിയിൽ നിന്നിറങ്ങുമ്പോൾ അദ്ദേഹം പതുക്കെ പിറുപിറുത്തു. അച്ഛൻ പറഞ്ഞതുപോലെ ഇതൊരു തിരിച്ചുവരവിനുള്ള യാത്രയാണ്. അതുകൊണ്ട് എനിക്ക് ഇടവകക്കുറിയൊന്നും വേണ്ട. കൊച്ചുങ്ങളുടെ കല്യാണം ഈ പള്ളിയിൽ വെച്ച് തന്നെ നടക്കണം. അത് വർഗീസിൻ്റെ വലിയൊരാഗ്രഹമായിരുന്നു. അവർ പോകുന്നത് നോക്കി നിന്നുകൊണ്ട് വികാരി അച്ഛൻ കണ്ണുകൾ തുടച്ചു. എങ്ങനെ ജീവിച്ച കുടുംബമാ ജോസുകുട്ടി. ഈ പോക്ക് കണ്ടിട്ട് സഹിക്കുന്നില്ല. തമ്പുരാൻ ആർക്കും ഇങ്ങനൊരു ദുരന്തം വരുത്താതിരിക്കട്ടെ. ഇനി എത്ര കാലം ഞാൻ ഉണ്ടാകുമെന്നറിയില്ല. പക്ഷേ നീ ഇവിടെ തന്നെ കാണുമല്ലോ. ആ കൊച്ചുങ്ങളുടെ കല്യാണം നടക്കുമ്പോൾ എന്നെ ഒന്ന് ഓർത്തേക്കണം. നിന്നെക്കൊണ്ട് കഴിയുന്ന സഹായമൊക്കെ അവർക്ക് ചെയ്തു കൊടുക്കണം. അന്ന് വികാരി അച്ഛനെ കണ്ട് സംസാരിച്ച് സിമിത്തേരിയിലെ വർഗീസിൻ്റെ കുഴിമാടത്തിന് മുന്നിൽ കുറേ നേരം എന്തൊക്കെയോ മന്ത്രിച്ച് നിന്ന ശേഷമാണ് അന്ന് ഫ്രാൻസിസ് ചേട്ടൻ മടങ്ങിയത്. പക്ഷേ ആ പോക്ക് ഇങ്ങനെയൊരു തിരിച്ചുവരവിനായിട്ടാണെന്ന് ഞാൻ ഒരിക്കലും സ്വപ്നത്തിൽ പോലും കരുതിയില്ല. അത് പറഞ്ഞുകൊണ്ട് ജോസുകുട്ടി നെടുവേർപ്പെട്ടു. ചേട്ടാ, എങ്ങനത്തെ തിരിച്ചുവരവിനെ പറ്റിയാണ് ചേട്ടൻ പറയുന്നത്? അമലിൻ്റെ ചോദ്യം ജോസുകുട്ടിയെ ഓർമ്മകളിൽ നിന്നും ഉണർത്തി. അവർ നാട് വിട്ടുപോയിട്ട് മാസങ്ങളോളം യാതൊരു അറിവും ഉണ്ടായിരുന്നില്ല. ആ വീടും പരിസരവും കാട് പിടിച്ചു തുടങ്ങി. അങ്ങനെയിരിക്കെ ഒരു ദിവസം ഉച്ചവെയിൽ മങ്ങിത്തുടങ്ങിയ നേരത്താണ് ഉച്ചത്തിൽ സൈറൻ മുഴക്കിക്കൊണ്ട് ആ വാഹനം പള്ളിമുറ്റത്തേക്ക് ഇരിച്ചു കയറി വന്നത്. ആ ശബ്ദം കേട്ടപ്പോൾ വികാരിയച്ഛൻ വെപ്രാളത്തോടെ പുറത്തേക്ക് നടന്നു. പിന്നാലെ ഞാനും. ആംബുലൻസ് മുറ്റത്ത് വന്നു നിന്നതും അന്തരീക്ഷത്തിൽ ഒരു കനത്ത ഭാരം അനുഭവപ്പെട്ടു. വാഹനത്തിൻ്റെ പിൻവാതിൽ തുറന്നപ്പോൾ കണ്ട കാഴ്ച ഞങ്ങളുടെ ശ്വാസം നിലപ്പിച്ചു കളഞ്ഞു. വിറയ്ക്കുന്ന കൈകളുമായി പുറത്തേക്കിറങ്ങിയ ഫ്രാൻസിസ് ചേട്ടൻ്റെ രൂപം തിരിച്ചറിയാൻ പോലും വയ്യാത്ത വിധം മാറിയിരിക്കുന്നു.
മാസങ്ങൾക്ക് മുൻപ് കണ്ട ആ മനുഷ്യനായിരുന്നില്ല അത്. മഴത്തുള്ളികൾ ആ വാഹനത്തിൻ്റെ ബോഡിയിൽ തട്ടി താഴേക്ക് ഇറ്റു വീഴുമ്പോൾ ഉള്ളിൽ നിന്നും പുറത്തേക്കെടുത്തത് ഒരു ശവമഞ്ചമാണെന്ന് കണ്ടതും വികാരി അച്ഛൻ നെഞ്ചിൽ കൈവച്ച് ഒരു തൂണിന്മേൽ ചാരി നിന്നുപോയി. പള്ളിമുറ്റത്തെ കാറ്റിന് അന്ന് മരണത്തിൻ്റെ തണുപ്പായിരുന്നു. എന്നതാ ഫ്രാൻസിസ് ഇത്? മേരിക്കുഞ്ഞ്, അവൾക്ക് എന്താ പറ്റിയത്? വികാരി അച്ഛൻ വിറയ്ക്കുന്ന ശബ്ദത്തിൽ ചോദിച്ചു. അപ്പോഴേക്കും ആ വാഹനത്തിൻ്റെ മുൻവാതിൽ തുറന്ന് ഒരു യുവാവ് പുറത്തേക്കിറങ്ങി. അയാളുടെ കൈ പിടിച്ച് തളർന്ന ചുവടുകളോടെ മേരിക്കുഞ്ഞും. അവളുടെ കണ്ണുകൾ ജീവനറ്റവയെപ്പോലെ ശൂന്യമായിരുന്നു. എന്താ മോനെ ഇവിടെ നടക്കുന്നത്? ആരാ ഈ പെട്ടിക്കുള്ളിൽ? അച്ഛൻ തകർച്ചയോടെ വീണ്ടും ചോദിച്ചു. അച്ഛാ, നമുക്ക് മേടയിലിരുന്ന് സംസാരിച്ചാലോ? അവർക്കൊപ്പം വന്ന യുവാവ് ശാന്തനായി ചോദിച്ചു. ശബ്ദം കേട്ട് പള്ളിയിലെ 2 കൈക്കാരന്മാരും ഓടിയെത്തിയിരുന്നു. അവർ തളർന്നിരുന്ന ഫ്രാൻസിസിനെ താങ്ങിപ്പിടിച്ച് പള്ളിയുടെ സൈഡിലെ തിണ്ണയിലേക്കിരുത്തി. അദ്ദേഹത്തോട് ചേർന്ന് ഒരു നിഴൽ പോലെ മേരിക്കുഞ്ഞുമിരുന്നു. വാ, അത്രമാത്രം പറഞ്ഞ് ഫാദർ വെപ്രാളത്തോടെ പള്ളിമേടയിലേക്ക് നടന്നു. ഒപ്പം ഞാനും. അച്ഛാ, എൻ്റെ പേര് മുഹമ്മദ്. വീടങ്ങ് മൂവാറ്റുപുഴയിലാണ്. ഞാനും കിരണും ഗൾഫിൽ ഒരുമിച്ചായിരുന്നു. മോനെ മുഹമ്മദേ, ആദ്യം ആ പെട്ടിയിൽ ആരാണെന്ന് പറ. അച്ഛന് വല്ലാത്ത ഭയം തോന്നുന്നു. മുഹമ്മദിനെ സംസാരിക്കാൻ അനുവദിക്കാതെ ഫാദർ വെപ്രാളപ്പെട്ടു. മുഹമ്മദ് ഒരു നിമിഷം തല താഴ്ത്തി നിന്നു. പിന്നെ പതുക്കെ പറഞ്ഞു, ഫാദർ, അത് കിരണാണ്. എൻ്റെ ഈശോയെ! ആ പേര് കേട്ടതും അച്ഛൻ നെഞ്ചത്ത് കൈവച്ച് ബോധമറ്റ് പിന്നിലേക്ക് മറിഞ്ഞു. എല്ലാവരും ചേർന്ന് ഫാദറിനെ താങ്ങിപ്പിടിച്ച് കസേരയിലേക്ക് ഇരുത്തി. അദ്ദേഹത്തിൻ്റെ മുഖത്ത് വെള്ളം തളിക്കുന്നതിനിടയിൽ ജോസുകുട്ടി വിങ്ങലോട് ചോദിച്ചു, മുഹമ്മദേ, എന്താ ഉണ്ടായത്? ഞങ്ങളുടെ കിച്ചുവിന് എന്താ പറ്റിയത്? മുഹമ്മദ് ആ സങ്കടക്കടലിൽ നിന്നും വാക്കുകൾ പിറക്കിയെടുത്തു. വെക്കേഷൻ കഴിഞ്ഞ് അവൻ തിരിച്ചു വന്നപ്പോൾ തന്നെ നാട്ടിൽ നടന്ന ദുരന്തങ്ങളെപ്പറ്റി എന്നോട് വിശദമായി പറഞ്ഞിരുന്നു. ആ സങ്കട സമയത്ത് അവൻ ആകെയുള്ള ആശ്വാസം ഞാനായിരുന്നു. പിന്നെ ഞങ്ങൾ തിരക്കിട്ട ജോലിയിലേക്ക് കടന്നു. പക്ഷേ ഇടയ്ക്ക് എപ്പോഴോ അവൻ്റെ പ്രസരിപ്പ് നഷ്ടപ്പെടുന്നത് ഞാൻ ശ്രദ്ധിച്ചു. അവൻ ആകെ മാറിപ്പോയിരുന്നു. മുഹമ്മദ് തുടർന്നു. ഞാൻ അവനോട് ചോദിക്കുമായിരുന്നു, ഡാ, നിനക്കിത് എന്നതാ പറ്റിയത്? എന്തൊരു കോലമാണിത്? കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു. മരിച്ചുപോയവരെ തിരിച്ചു കൊണ്ടുവരാൻ നമുക്കാകില്ല. പോയ വീടും സ്ഥലവും എന്നെങ്കിലും നമുക്ക് തിരിച്ചു പിടിക്കാം. അതോർത്ത് നീ ഇങ്ങനെ ഉരുക്കി തീരരുത്. വല്ലതും നന്നായി കഴിച്ച് ആരോഗ്യം വീണ്ടെടുക്കാൻ നോക്ക്. മുഹമ്മദ് ആ കഥ പറയുമ്പോൾ പള്ളിയുടെ മുറ്റത്ത് ആംബുലൻസിൽ ഉറങ്ങുന്ന കിരണിൻ്റെ ചേതനയില്ലാത്ത ശരീരം മൂകസാക്ഷിയായി നിന്നു. എടാ മുഹമ്മദേ, എനിക്ക് മാനസികമായ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ ശരീരത്തിന് എന്തോ വല്ലാത്തൊരു തകരാർ സംഭവിക്കുന്നുണ്ട്. എനിക്ക് ഒന്നിനും ഒരു ഉഷാറ് തോന്നുന്നില്ല. വല്ലാത്ത ക്ഷീണം. എപ്പോഴും ഉറങ്ങണമെന്ന് മാത്രമാണ് തോന്നുന്നത്. എൻ്റെ ചോദ്യത്തിന് മറുപടിയായി കിരൺ പറഞ്ഞപ്പോൾ അവൻ്റെ സ്വരത്തിൽ വല്ലാത്തൊരു ഭയമുണ്ടായിരുന്നു. നമുക്കെന്തായാലും ഒരു ഡോക്ടറെ കാണാം. ഞാൻ അപ്പോയിൻമെൻ്റ് എടുക്കാം. ആശുപത്രിയിൽ പോകാൻ പൊതുവെ മടിയുള്ളവനായിരുന്നു അവൻ. പക്ഷേ അന്ന് എൻ്റെ നിർദ്ദേശത്തിനൊരു തർക്കവുമില്ലാതെ അവൻ സമ്മതിച്ചു. അപ്പോഴേ എനിക്ക് തോന്നിയിരുന്നു അവൻ അത്രമേൽ തളർന്നിട്ടുണ്ടെന്ന്. എന്നാൽ വിദഗ്ധ പരിശോധനയ്ക്കായി 2 മാസം കഴിഞ്ഞുള്ള തീയതിയാണ് ഞങ്ങൾക്ക് ലഭിച്ചത്. ആ കാത്തിരിപ്പിൻ്റെ ദിവസങ്ങളിൽ ഞാൻ അവനെ സസൂക്ഷ്മം നിരീക്ഷിക്കുകയായിരുന്നു. ഓരോ ദിവസം കഴിയും തോറും അവൻ ഉരുകിത്തീരുന്ന മെഴുകുതിരി പോലെയായി. കണ്ണുകൾ കുഴിഞ്ഞ് കവളുകൾ ഒട്ടി ശരീരത്തിലെ എല്ലുകൾ പുറത്തേക്ക് തള്ളി അവൻ ഒന്നിനൊന്ന് ശോഷിച്ചു വരികയായിരുന്നു. അവന് എന്തോ ഗുരുതരമായ ആരോഗ്യ പ്രശ്നമുണ്ടെന്ന് എൻ്റെ മനസ്സ് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരുന്നു. 2 മാസങ്ങൾക്ക് ശേഷം ആ കൺസൾട്ടേഷൻ റൂമിന് മുൻപിൽ ഊഴം കാത്തിരിക്കുമ്പോഴാണ് കിരൺ മെല്ലെ എന്നോട് ചേർന്നിരുന്നു പറയാൻ തുടങ്ങിയത്. മുഹമ്മദ്, എനിക്കെന്തോ വല്ലാത്ത പേടി തോന്നുന്നു. എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ അവൾക്ക് ആരാ ഉള്ളത്? എൻ്റെ മീര. അവൻ്റെ ശബ്ദം വിറയ്ക്കുന്നുണ്ടായിരുന്നു. എടാ, നീ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നത്? ഞാൻ അവനെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. നിനക്ക് കുഴപ്പമൊന്നും ഉണ്ടാകില്ല. മര്യാദയ്ക്ക് വല്ലതും കഴിക്കാത്തത് കൊണ്ടുള്ള ക്ഷീണമാണ്. കൃത്യമായി ഭക്ഷണം കഴിച്ചാൽ തീരാവുന്ന പ്രശ്നമേ നിനക്കുള്ളൂ. എടാ, 1 രൂപ പോലും സ്വന്തം ആവശ്യത്തിന് മാറ്റിവെക്കാതെ നാട്ടിലേക്ക് അയച്ചിട്ടും അവിടെ ഒന്നിനും തികയുന്നില്ല. എൻ്റെ കാര്യങ്ങൾക്കായി പണം ചിലവാക്കിയാൽ ആ കടങ്ങൾ അത്രയും കൂടി നീണ്ടുപോകും. എത്രയും വേഗം എനിക്കെൻ്റെ പെണ്ണിനെ സ്വന്തമാക്കണം. അതിനുവേണ്ടിയാണ് ഞാൻ ഈ പിടിച്ചു നിൽക്കുന്നത്. അപ്പോഴേക്കും OPയിൽ നിന്നും കിരണിൻ്റെ പേര് വിളിച്ചു.
റിപ്പോർട്ടുകൾ പരിശോധിക്കുന്നതിനിടയിൽ ഡോക്ടർ ചോദിച്ചു, കിരൺ, ഇതിനു മുൻപ് നിനക്ക് എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഇല്ല ഡോക്ടർ. എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഇത്ര കുറഞ്ഞ കാലയളവിൽ 10 കിലോ കുറയുക എന്നത് അത്ര നല്ല സൂചനയല്ല. എന്താണെന്ന് കൃത്യമായി അറിയാൻ നമുക്ക് ചില വിശദമായ പരിശോധനകൾ കൂടി വേണ്ടിവരും. അഡ്മിറ്റ് ആകുന്നതാണ് നല്ലതെന്ന് തോന്നുന്നു. എന്തു പറയുന്നു? ഡോക്ടറുടെ ആ ചോദ്യം കേട്ടപ്പോൾ കിച്ചുവിൻ്റെ മുഖം വിളറി. അവൻ്റെ കണ്ണുകളിൽ തൻ്റെ പ്രിയപ്പെട്ടവരിലേക്ക് മടങ്ങാൻ കഴിയുമോ എന്നൊരാശങ്ക നിഴലിച്ചു. വേണ്ട ഡോക്ടർ, ഇപ്പോൾ അഡ്മിറ്റ് ആയാൽ എനിക്ക് ജോലിക്ക് പോകാൻ പറ്റില്ല. പോകാതിരുന്നാൽ നാട്ടിലെ കാര്യങ്ങൾ ആകെ താളം തെറ്റും. കിരൺ നിസ്സഹായതയോടെ പറഞ്ഞു. നോ കിരൺ, ഈ അവസ്ഥയിൽ നിനക്ക് അധിക ദിവസം മുന്നോട്ട് പോകാനാകില്ല. പരിശോധനകൾ അനിവാര്യമാണ്. അല്ലെങ്കിൽ ഇതിൻ്റെ ഉത്തരവാദിത്വം നിങ്ങൾ ഏറ്റെടുക്കുന്നു എന്ന് സമ്മതപത്രം എഴുതി തരേണ്ടി വരും, ഡോക്ടർ ഗൗരവത്തോടെ പറഞ്ഞു. ഒടുവിൽ മുഹമ്മദിൻ്റെ നിർബന്ധത്തിന് വഴിയാണ് അവൻ ആശുപത്രിയിൽ അഡ്മിറ്റായത്. ആഴ്ചകൾ നീണ്ട പരിശോധനകൾക്കൊടുവിൽ ഒരു വൈകുന്നേരം ഡോക്ടർ അവരെ വീണ്ടും അദ്ദേഹത്തിൻ്റെ മുറിയിലേക്ക് വിളിപ്പിച്ചു. അവിടെ ഗൗരവമേറിയ മുഖത്തോടെ മറ്റൊരു ഡോക്ടർ കൂടി ഇരിപ്പുണ്ടായിരുന്നു. കിരൺ, ഇത് ഓങ്കോളജിസ്റ്റ് ഡോക്ടർ ഷെയ്ൻ. ഇനി അങ്ങോട്ട് ഇദ്ദേഹമായിരിക്കും നിന്നെ ചികിത്സിക്കുന്നത്. ആദ്യം കണ്ട ഡോക്ടറെ പരിചയപ്പെടുത്തിയപ്പോൾ മുഹമ്മദിൻ്റെ ഉള്ളിലുള്ള ഒരു മിന്നൽ പിണർപ്പാഞ്ഞു. ഓങ്കോളജിസ്റ്റ് എന്ന വാക്കിൻ്റെ അർത്ഥം തൻ്റെ ഉള്ളിലുണ്ടാക്കിയ ഭയം വിവരിക്കാനാകുന്നുണ്ടായിരുന്നില്ല. കിരൺ, നീ വിവാഹിതനാണോ? ഡോക്ടർ ഷെയ്ൻ മൃദുവായി ചോദിച്ചു. അല്ല ഡോക്ടർ, പക്ഷേ എനിക്കൊരു ഗേൾ ഫ്രണ്ട് ഉണ്ട്, അവൻ ശാന്തമായി പറഞ്ഞു. ആ കുട്ടി ഇവിടെയുണ്ടോ? എങ്കിൽ അവളെ കൂടി വിളിക്കാമോ? കുറച്ച് സീരിയസ് ആയ കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഇല്ല ഡോക്ടർ, അവൾ നാട്ടിലാണ്. എന്താണെങ്കിലും എന്നോട് പറഞ്ഞോളൂ. ആ മുഖവരയിൽ തന്നെ വരാനിരിക്കുന്ന വലിയ കൊടുങ്കാറ്റാണെന്ന് അവർ രണ്ടുപേർക്കും ബോധ്യമായിരുന്നു. ഡോക്ടർ കിരണിൻ്റെ കൈകളിൽ പതുക്കെ പിടിച്ചു. കിരൺ, സംയമനത്തോടെ വേണം ഇത് കേൾക്കാൻ. നിനക്ക് പനി വന്നപ്പോൾ നടത്തിയ ആദ്യത്തെ ടെസ്റ്റുകളിൽ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. അതുകൊണ്ടാണ് ബോൺമാരോ ടെസ്റ്റ് കൂടി സജസ്റ്റ് ചെയ്തത്. അതിൻ്റെ ഫലം ഇന്നലെയാണ് വന്നത്. ഡോക്ടർ, എന്തെങ്കിലും കുഴപ്പമുണ്ടോ? കിരൺ ഭയത്തോടെ ചോദിച്ചു. സോറി കിരൺ, നിർഭാഗ്യവശാൽ അതെ, നിനക്ക് ബോൺ ക്യാൻസറാണ്. നിന്റെ അസുഖം ഇപ്പോൾ 3ാം ഘട്ടത്തിലാണ്. ആ വാക്കുകൾ കേട്ടതും കിരൺ ഒരു നിമിഷം സ്തംഭിച്ചു പോയി. പിന്നെ ഒരു ഭ്രാന്തനെ പോലെ ചിരിച്ചുകൊണ്ട് അവൻ പറഞ്ഞു, ഹേയ്, അങ്ങനെ ആവില്ല ഡോക്ടർ. നിങ്ങൾക്ക് തെറ്റ് പറ്റിയതാകാം. എനിക്ക് യാതൊരു കുഴപ്പവുമില്ല. ദേ നോക്കിക്കേ. അവൻ കസേരയിൽ നിന്നും ചാടി എഴുന്നേറ്റു. തൻ്റെ ശരീരത്തിന് ഇപ്പോഴും കരുത്തുണ്ടെന്ന് തെളിയിക്കാൻ എന്നോണം ആ ചെറിയ മുറിയിൽ അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി. പക്ഷേ ആ ആവേശം അധികം നീണ്ടു നിന്നില്ല. 2ാമത്തെ ഓട്ടത്തിനൊടുവിൽ അവൻ ബോധരഹിതനായി താഴേക്ക് വീണു. മുഹമ്മദ് ഒരു നിലവിളിയോടെ അവനെ താങ്ങിപ്പിടിച്ചു. അവനെ എഴുന്നേൽപ്പിച്ച് ചേർത്തിരുത്തുമ്പോൾ ഡോക്ടറുടെ സ്വരം ഒരു വിധിന്യായം പോലെ മുഴങ്ങി. മുഹമ്മദ്, കിരണിന് പരമാവധി ഒരു 3 മാസം കൂടിയേ ജോലി ചെയ്യാനാകൂ. അതിനുശേഷം അവൻ നാട്ടിലേക്ക് മടങ്ങുന്നതാണ് നല്ലത്. സത്യം പറയണമല്ലോ, അവന് മുൻപിൽ ഇനി ഏറി വന്നാൽ 6 മാസമേ ഉള്ളൂ. ആ വാർത്ത കേട്ട് അവൻ കുറേ നേരം ശില കണക്കെ തരിച്ചിരുന്നു. പിന്നെ അവനൊന്നും മിണ്ടയില്ല. അവൻ്റെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നില്ല. പകരം അവ ശൂന്യമായി എങ്ങോട്ടോ നോക്കി നിന്നു. പിന്നെ യന്ത്രം കണക്കെ പതുക്കെ എഴുന്നേറ്റ് പുറത്തേക്ക് നടന്നു. മരണം തൊട്ടു മുൻപിൽ നിൽക്കുമ്പോഴും അവൻ്റെ ഉള്ളിൽ മീരയും നാട്ടിലെ കടങ്ങളും മാത്രമായിരുന്നുവെന്ന് ആ തളർന്ന നടത്തം കണ്ടപ്പോൾ എനിക്ക് തോന്നിപ്പോയി. മുഹമ്മദ്, കിരണിന് 6 മാസത്തേക്കുള്ള മരുന്നുകൾ ഞാൻ കുറിക്കുന്നുണ്ട്. ഭക്ഷണവും മരുന്നും കൃത്യമായി നൽകണം. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, പരമാവധി 6 മാസം, അതിൽ കൂടുതൽ ആയുസ് അവനുണ്ടാകില്ല. എത്രയും വേഗം അവൻ്റെ കുടുംബത്തെ വിവരം അറിയിക്കണം. ഡോക്ടറുടെ വാക്കുകൾ ഒരു മരണ വാറണ്ട് പോലെ മുഹമ്മദിൻ്റെ കാതുകളിൽ മുഴങ്ങി. തിരികെ മുറിയിലെത്തിയപ്പോൾ മുതൽ നാട്ടിലേക്ക് പോകാൻ മുഹമ്മദ് അവനെ ഒരുപാട് നിർബന്ധിച്ചു. അപ്പോഴൊക്കെ അവൻ തടഞ്ഞു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അവൻ മുഹമ്മദിനോട് സംസാരിച്ചു. മുഹമ്മദ്, ഞാൻ ഇവിടെ നിന്നും ജീവനോടെ മടങ്ങില്ല. പക്ഷേ ഞാൻ മരിച്ചു കഴിയുമ്പോൾ എൻ്റെ ശരീരം നീ നാട്ടിലെത്തിക്കണം. എൻ്റെ പപ്പയും മമ്മിയും മാത്രമേ ഈ വിവരങ്ങൾ അറിയാവൂ. എന്നെ ഞാൻ ജനിച്ചു വളർന്ന ആ മണ്ണിൽ എൻ്റെ പള്ളിയിൽ തന്നെ അടക്കണം. എൻ്റെ മീരയുടെ ഓർമ്മകൾ മണക്കുന്ന ആ കാറ്റേറ്റ് എനിക്കവിടെ അന്തി ഉറങ്ങണം. സംസാരിച്ചു കൊണ്ടിരുന്ന മുഹമ്മദിൻ്റെ വാക്കുകൾ മുറിഞ്ഞു. ഇനിയൊന്നും പറയാനില്ലാത്തതുപോലെ അവൻ നിസ്സഹായതയോടെ ഫാദറിനെ നോക്കി. അപ്പോൾ വർഗീസിൻ്റെ മകൾ മീരയെ വിവരം അറിയിക്കണ്ടേ? ഫാദർ അത് ചോദിക്കുമ്പോൾ മുഹമ്മദ് ഒരു നെടുവീർപ്പോടെ അവരെ നോക്കി.
ആരുടെ കാര്യമാ നിങ്ങൾ ചോദിക്കുന്നത്? മീരയെ പറ്റിയാണോ? അതെ, ആ പെൺകുട്ടിയെ പറ്റി തന്നെ. അവരുടെ വിവാഹം വീട്ടുകാർ ഉറപ്പിച്ചതല്ലേ? അവൾ അറിയാതെ എങ്ങനെയാ? ഫാദറിന് ചോദിക്കാതിരിക്കാനായില്ല. വേണ്ട ഫാദർ, ആ അധ്യായം അവൻ തന്നെ എന്നേക്കുമായി അടച്ചു കഴിഞ്ഞു. എത്ര കാലം കഴിഞ്ഞാലും തനിക്ക് സംഭവിച്ചതൊന്നും മീര അറിയരുത് എന്നതായിരുന്നു അവൻ്റെ അവസാനത്തെ ആഗ്രഹം. അവൻ എന്നിൽ നിന്നും വാങ്ങിയ ആ വാക്ക് പാലിക്കാൻ നിങ്ങളും കൂടെ ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു. അത് പറയുമ്പോൾ മുഹമ്മദിൻ്റെ സ്വരമിടറി. എല്ലാം കേട്ട് വികാരി അച്ഛൻ ഏറെ നേരം തല താഴ്ത്തിയിരുന്നു. ആ നിശബ്ദതയ്ക്ക് ശേഷം അദ്ദേഹം ധൃതിയിൽ പുറത്തേക്ക് നടന്നു. ജോസുകുട്ടി, എത്രയും വേഗം പാരിഷ് കൗൺസിൽ വിളിക്കണം. നമുക്ക് അടിയന്തരമായി ഒരു തീരുമാനമെടുക്കാനുണ്ട്. പിന്നീട് എല്ലാം മിന്നൽ വേഗത്തിലായിരുന്നു. കൈക്കാരന്മാരെയും കൗൺസിൽ അംഗങ്ങളെയും മഠത്തിലെ കന്യാസ്ത്രീകളെയും ഫാദർ വിളിച്ചുകൂട്ടി. ചെറിയൊരു യോഗത്തിന് ശേഷം എല്ലാവരുടെയും സമ്മതത്തോടെ ആ രഹസ്യം കാത്തു സൂക്ഷിക്കാൻ അവർ തീരുമാനിച്ചു. കിരണിൻ്റെ ശരീരം ആ നാട്ടിൽ ആരും അറിയാതെ സംസ്കരിക്കപ്പെട്ടു. വളരെ ചുരുക്കം ആളുകൾ മാത്രം പങ്കെടുത്ത ഒരു മൗനയാത്ര. അപ്പോൾ കിരണിൻ്റെ മാതാപിതാക്കൾ, അവർക്കെന്തു പറ്റി? അമൽ ആകാംക്ഷയോടെ ചോദിച്ചു. ആ കഥ അവിടെ അവസാനിച്ചില്ല കുട്ടി, അത് തുടരുകയായിരുന്നു. ഒന്നിനു മീതെ ഒന്നായി ദുരന്തങ്ങൾ പെയ്തിറങ്ങിയായിരുന്നു. ജോസുകുട്ടി സെമിത്തേരിയുടെ വിദൂരമായ ഒരറ്റത്തേക്ക് വിരൽ ചൂണ്ടി. അപ്പോഴേക്കും മഴ തോർന്നിരുന്നു. എങ്കിലും ആകാശം മൂടിക്കെട്ടി നിന്നു. ദേ, അവിടെയാണ് ഫ്രാൻസിയെയും മേരിക്കുഞ്ഞിനെയും അടക്കിയിരിക്കുന്നത്, ആ തെങ്ങാടിക്കുഴിയിൽ. ആ വാക്ക് കേട്ടതും എല്ലാവരും ഞെട്ടലോടെ അവിടേക്ക് നോക്കി. അപ്പോൾ അവരും ആത്മഹത്യ ചെയ്തോ? അമലിൻ്റെ സ്വരത്തിൽ ഭയം നെളിച്ചു. ജോസുകുട്ടി ആ ചോദ്യത്തിനുടനെ മറുപടി നൽകിയില്ല. അദ്ദേഹം ഓർമ്മകളുടെ മറ്റൊരു തീരത്തായിരുന്നു. അന്ന് മകൻ്റെ കുഴിമാടത്തിന് മുൻപിൽ തളർന്നിരുന്ന ആ മാതാപിതാക്കളോട് ഫാദർ പറഞ്ഞത് അദ്ദേഹം ഓർത്തു. നിങ്ങൾ ഇന്ന് മഠം വക പഴയ കെട്ടിടത്തിൽ തങ്ങിക്കോളൂ. രാവിലെ വിശുദ്ധ കുർബാന ഉള്ളതല്ലേ? സൗകര്യങ്ങളെല്ലാം അവിടെ ചെയ്തിട്ടുണ്ട്. ബാക്കി കാര്യങ്ങൾ നമുക്ക് പിന്നീട് ആലോചിക്കാം. ജീവിതത്തിലെ സകല പ്രതീക്ഷകളും നഷ്ടപ്പെട്ട് ആ മണ്ണിൽ തറഞ്ഞിരുന്ന അവർ ഫാദറിനെ ഒന്ന് നോക്കുക മാത്രം ചെയ്തു. ആ നോട്ടത്തിൽ തിരിച്ചറിയാൻ കഴിയാത്ത ഒരു വികാരമുണ്ടായിരുന്നു. ജോസുകുട്ടി ഒന്ന് നിർത്തി പതുക്കെ പറഞ്ഞു. സത്യത്തിൽ എല്ലാം ഞങ്ങളുടെ തെറ്റാണ്. സകലതും നഷ്ടപ്പെട്ട് തെരുവിൽ അകപ്പെട്ടു പോയ രണ്ട് പാവം മനുഷ്യരായിരുന്നു അവർ. ആകെയുണ്ടായിരുന്ന മകൻ കൂടി നഷ്ടപ്പെട്ടപ്പോൾ ആ മാതാപിതാക്കളുടെ ഉള്ളുലഞ്ഞത് കാണാൻ ഞങ്ങൾ മറന്നുപോയി. അതിൻ്റെ പരിണിത ഫലമായിരുന്നു പിന്നീട് നടന്നത്. ദ സിഗ്നേച്ചർ ഓഫ് ലവ് മീര തുടരും. അടുത്ത ഭാഗവുമായി ഉടൻ കാണും വരെ ബൈ ബൈ, സ്റ്റേ സേഫ്.